ഇതുവരെ ചെയ്യണ്ടായിരുന്നോ തോന്നിയ വീഡിയോ ആ കൂടി ഒരു പേന കച്ചവടം ആദ്യം ചെയ്തതാണ്. പക്ഷെ ഒരുപാട് റീച്ചായി, ഫസ്റ്റ് എൻ്റെ നല്ലപോലെ റീച്ചായി പോയ വീഡിയോ ആണ്. അതുപോലെ ചെയ്യണ്ടായിരുന്നു തോന്നിയ ഒരു വീഡിയോ അതാണ്. കാരണം 5 രൂപൻ്റെ ഒരു ലക്സി പേന, നീലമശി ലക്സി പേന വാങ്ങിച്ചിട്ട് സ്റ്റാൻഡിലുള്ള ആൺപിള്ളേർ ഏട്ടന്മാരെ കൊണ്ട് 10 രൂപയ്ക്ക് അത് വാങ്ങിപ്പിച്ച് ആ 10 രൂപയ്ക്ക് വീണ്ടും 2 പേന വാങ്ങിച്ച് അതും വിറ്റിപ്പിച്ച് ആ കിട്ടുന്ന പൈസയ്ക്ക് നിറയെ പേന വാങ്ങിച്ചിട്ട് 3 പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അതിൻ്റെ ആ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന തെറിവിളികളും കോഴി എന്ന് പറഞ്ഞിട്ടും ജീവിതത്തിൽ ചെയ്യേണ്ടായിരുന്നു. ഏത് കഷ്ടകാലത്തിനാണ് അപ്പോൾ ഇതുപോലൊരു ഐഡിയ വന്നത് ഞാൻ ചിന്തിച്ചു പോയൊരു നിമിഷമാണ് ഇത്രയും വീഡിയോ ചെയ്തിട്ട്. അതിന് ശേഷം പിന്നെ ആ ഒരു തെറ്റ് ആവർത്തിച്ചിട്ടില്ല. കാരണം ആ ഒരു വീഡിയോ മറക്കില്ല. കാരണം ഫസ്റ്റ് ടൈമായിട്ട് നെഗറ്റീവ് വന്നതും ചെയ്യണ്ടെന്ന് തോന്നിയതും നിർത്തിയാലോ എന്ന് തന്നെ ആലോചിച്ചതും ആ ഒരു വീഡിയോ ആണ്. പക്ഷേ നല്ലപോലെ റീച്ച് ആവുകയും ചെയ്തു. ഫസ്റ്റ് ടൈമായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നത്, ഫോളോവേഴ്സ് കൂടി വന്നതും ആ ഒരു വീഡിയോയിലാണ്. അതിന് ശേഷം പിന്നെ നെഗറ്റീവ് അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സും വേണ്ട, അത് അങ്ങനെയുള്ള വീഡിയോസും വേണ്ട എന്നുകൊണ്ട് അത് ഒഴിവാക്കി വിട്ടു. പിന്നെയാണ് ഈ ഒരു തീം. എല്ലാ വീഡിയോയ്ക്കും ഞാൻ ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊരു അൺഎക്സ്പെക്റ്റഡ് മൂമെൻറ്റ് എല്ലാ വീഡിയോസിനും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുക്കാൻ പോയപ്പോൾ വീഡിയോ തന്നെ തുടക്കം തന്നെ ഒരു കുഞ്ഞാമ റോട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ അതിനെ രക്ഷിച്ച് തോട്ടിലിടാന്ന് പറഞ്ഞിട്ടായി ആ ഒരു വീഡിയോൻ്റെ തുടക്കം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ പിന്നെ ഏറ്റവും കൂടുതൽ ഒരു കമൻറ്റ് ചെയ്യണ വേറൊരു കാര്യമാണ് എൻ്റെ ഭാഷ. എല്ലാവർക്കും പകുതി മുക്കാൽ പേർക്ക് എൻ്റെ സംസാര ശൈലി ഇഷ്ടപ്പെട്ടു എന്നുകൊണ്ടാണ് കമൻറ്റ് ചെയ്യണത്. അതായത് പാലക്കാടിൻ്റെ ആ ഒരു ശൈലി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് അറിയില്ല. എല്ലാവർക്കും അത് ആ ഒരു സംസാര ശൈലി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അധികം എന്നെ പോലെ ഈ റീൽസൊക്കെ ചെയ്യുന്ന ആളുകളിനെ അധികം ചേച്ചിമാരും ആൻറ്റിമാരൊന്നും അധികം ശ്രദ്ധിക്കാറില്ല, അധികം അവരൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷേ എൻ്റെ വീഡിയോസ് അവരൊക്കെ കണ്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അവരെന്നെ തിരിച്ചറിയുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷം. പുറത്തിറങ്ങുമ്പോൾ കുട്ടികളും ഇതുപോലെ ആൻറ്റിമാരും ചേട്ടന്മാരൊക്കെ തിരിച്ചറിഞ്ഞ് യൂട്യൂബർ അല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഇനിയും വീഡിയോസ് ഇടാം, അവരൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം, ആത്മാർത്ഥമായിട്ട് ഉള്ളുന്നൊരു ഇനിയും വീഡിയോസ് ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം വരുന്നത്. ഞാനൊരിക്കലും ഒരു പത്രവാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് പ്രായമായ അമ്മമ്മനെയും അപ്പപ്പനെയും റോഡടുത്ത് ഉപേക്ഷിച്ചിട്ട് ഒരു കുടുംബം പോയി. ആ ഒരു വാർത്തയ്ക്ക് ശേഷം ഞാൻ 2 വീഡിയോ ചെയ്തു. അതായത് എൻ്റെ അമ്മമ്മയും അപ്പപ്പനെയും ഫ്രീക്കാക്കിക്കൊണ്ട് അവനെ സ്നേഹിക്കാൻ മാത്രം പറ്റുന്ന ഒരു വീഡിയോ ചെയ്തു. അത് ഇന്നത്തെ പരിപാടി പിന്നെ ഫ്രീക്കാക്കാൻ പോലാണ്. അതാണ് ഇന്നത്തെ പരിപാടി. മുത്തപ്പ യോ യോ ഓക്കെ അല്ലേ? യോ 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 മച്ചന്മാരെ, എൻ്റെ അമ്മമ്മയും അപ്പനാണ് ഇവനൊക്കെ ഫ്രീക്കാക്കിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ അച്ചമ്മയ്ക്ക് അക്ഷരമാല പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തു. അത് ഒരുവിധം സോഷ്യൽ മീഡിയയിൽ നല്ലോണം വൈറലായി പോയി. അവിടുന്ന് ആ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് ഇവരിനെ ഒഴിവാക്കാൻ മാത്രമല്ല, പ്രായമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത് വരുത്തി സ്നേഹിക്കേണ്ടതാണ്. അതായത് ഇപ്പോഴത്തെ ഉള്ളതുപോലെ റോഡോരത്തും അമ്പലങ്ങളിലും മെഡിക്കൽ കോളേജിലും പോയി ഉപേക്ഷിക്കാൻ മാത്രമല്ല അവരിനെ പറ്റുന്നത്. നമുക്ക് സ്നേഹിച്ച് മാക്സിമം അത്രത്തോളം സ്നേഹിക്കാൻ പറ്റും, അത്രത്തോളം സ്നേഹിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനും യൂട്യൂബർ ആവാൻ കാരണം ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു കുട്ടിയായിട്ട് പ്രേമത്തിലായിരുന്നു. അതായത് ഫസ്റ്റ് സെം ആ ഒരു ടൈമിൽ ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ കഴിഞ്ഞ് ഒരു ജോബൊക്കെ വാങ്ങിച്ച് വരുമ്പോഴേക്കും ഏകദേശം അതിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലോ. അപ്പോൾ എനിക്ക് ജോബ് കിട്ടാൻ തീർച്ചയായിട്ടും സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡിഗ്രി നിർത്തി ഒരു യൂട്യൂബർ ആവണം, യൂട്യൂബർ ആയ സെറ്റാവും എന്നുള്ളൊരു മൈൻഡ് വന്നത്. അങ്ങനെ ഡിഗ്രി നിർത്തി പാലക്കാട് വേറൊരു കോഴ്സിന് ചേർന്ന് അങ്ങനെ യൂട്യൂബ് ചാനലും തുടങ്ങി. എൻ്റെ ഭാഗ്യം കൊണ്ടോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ടോന്നും അറിയില്ല, പെട്ടെന്ന് ഒന്ന് ക്ലിക്കായി സബ്സ്ക്രൈബേഴ്സും ഇൻകം കാര്യങ്ങളും വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ പോയാലും ഓക്കെ ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മെയിൻ ഘടകം ഒരു പ്രണയമാണ്, ഡിഗ്രിക്കുണ്ടായ പ്രണയമാണ്. ഞാൻ ഇനി അങ്ങോട്ട് തുടർന്നുള്ള കാലമൊക്കെ ഈ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ മൊബൈലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ ഒരുപാടാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് നമുക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റും. കാരണം സോഷ്യൽ മീഡിയ ഇനി ചെറിയ കുട്ടികളടക്കം മൊബൈൽ യൂസ് ചെയ്യണം. അത് നമ്മൾ അതിൻ്റെ സാധ്യത മനസ്സിലാക്കി നിന്നു എന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നതും ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നതും. ഞാൻ ഈ അടുത്തായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം ഒരു പെണ്ണായി മാറിയ അവരെന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ വരും, എന്തൊക്കെ ഒരു അമ്മയെ മാറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുലർച്ചെ 5 മണിക്ക് അലാറം അടിച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. അടുപ്പം പള്ളിയിൽ പോയി ചോറിന് തീ കത്തിച്ചിട്ടുണ്ട്. ചോറ് അമ്മ വെക്കും.
അതിനുശേഷം ഗ്യാസൊക്കെ കത്തിച്ച് ആവശ്യത്തിന് ദോശ ചുടുകയാണ് ഇപ്പോൾ. 4 ചൂലിലൊരു ചൂലെടുത്തിട്ട് ഇപ്പോൾ മുറ്റം മുഴുവൻ അടിച്ചു മാറ്റുകയാണ്. വീട്ടിൽ കിണറില്ലാത്തതുകൊണ്ട് കുടിക്കുന്ന വെള്ളത്തിന് മാത്രമാണ് വേറെ പുറമേ വരിക. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുടവ് കൊടുത്തപ്പോൾ റോട്ടിൽ കൂടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഡ്രസ്സൊക്കെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നല്ലപോലെ തെറുക്കിണ്ട്. ഡ്രസ്സ് ഏകദേശമൊക്കെ അലക്കി കഴിഞ്ഞ് അയലിട്ടിരിക്കുകയാണ്. അതിനുശേഷം അമ്മ ടാറ്റയും തന്ന് ഗവൺമെൻറ് ജോലിക്ക് പോയിരിക്കുകയാണ്, അതായത് പഞ്ചായത്ത് പണി. ശേഷം അടിച്ചു തുടച്ചതിന് ശേഷം ഏകദേശമുള്ള എല്ലാ പണികളും കഴിഞ്ഞു. എല്ലാവർക്കും ആ വീഡിയോ മാത്രം കണ്ടു, ഒരുപാട് പേര് കണ്ടു. അതിൻ്റെ പിന്നാമ്പുറത്ത് ആ വീഡിയോ ചെയ്യാണ്ടായി കാരണം അവർക്ക് മനസ്സിലായില്ല. കാരണം എൻ്റെ റിലേറ്റീവിൻ്റെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് എന്നും പറയാം, അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ അമ്മനെ തല്ലണതും, ഒരു ജാതി തോന്നിയ പോലെ നടക്കുക, പണിക്കൊന്നും പോകാണ്ട് തോന്നിയ പോലെ നടക്കുക, അവന് ചീത്ത പറയുക, അടിയും തല്ലും ഉണ്ടാക്കുക, കുടിച്ച് വന്ന് വീട്ടിൽ ആ വഴക്കുണ്ടാക്കുക, ഇതൊക്കെയാണ് അവൻ്റെ വീട്ടിൽ കണ്ടത്. കാരണം ആ ഒരു തീമിൽ അത് അമ്മമാരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ആ വീഡിയോ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, ഇത് ഞാൻ നേരിൽ കണ്ട ഒരു ഇതാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും ഓരോരോ കഷ്ടപ്പാടുണ്ട്, ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും. അതനുസരിച്ചിട്ട് വീട്ടിലൊക്കെ എല്ലാവരും പെരുമാറുക. ഇതാണ് എൻ്റെ കുടുംബം. അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛമ്മ. ഒരു ചെറിയൊരു കുടുംബമാണ്. അച്ഛാ, ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയിട്ട് അച്ഛൻ്റെ ഒരു അഭിപ്രായം എന്താണ്? സെറ്റാവും തോന്നുന്നുണ്ടോ? ഇതില് നിന്റെ ഇഷ്ടം പോലെ തന്നെ നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നതല്ലേ ഞാൻ. അപ്പം പിന്നെ നീ ആ മോശമാക്കില്ലല്ലോ, നീ ആ സെറ്റാകുന്നൊരു വിചാരമുണ്ട്. ഫാമിലി ഫുള്ളായിട്ട് സപ്പോർട്ടാണ്. ഡിഗ്രി നിർത്തണമെന്ന് പറഞ്ഞു അമ്മ അച്ഛൻ. ആ ഡിഗ്രി നിർത്തിക്കോ, ആദ്യം കുറച്ച് എതിർത്തെങ്കിലും പിന്നെ അതിന് സപ്പോർട്ട് തന്നു. പിന്നെ എല്ലാത്തിനും എന്ത് ചെയ്യുകയാണെങ്കിലും ഫുള്ള് സപ്പോർട്ടാണ്. ഒന്നിനും നിർബന്ധിപ്പിക്കില്ല വീട്ടുകാർ. എൻ്റെ കൂടെ പണിക്ക് വരും, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും ഇവനെ ഇഷ്ടമാണ്, സന്തോഷമാണ്. ഇങ്ങനെ ഇറങ്ങി തിരിയുമ്പോൾ അവന് വളരെ സന്തോഷമാണ്. അവൻ പഠിത്തം മാത്രമേ മതി, എനിക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് ഞാൻ ചെയ്യണത് എന്നൊക്കെ പറയും. അവൻ്റെ ഇഷ്ടത്തിന് വിട്ടിറക്കാണ്. സന്തോഷമാണ് അവൻ ചെയ്യണതെല്ലാം സന്തോഷമാണ്. എൻ്റെ മകൻ എന്നെ ഗംഭീരം നോക്കില്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടി എന്നെ നോക്കും ചെയ്യും നടക്കും. ഞാൻ അത് പുസ്തകിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നതും വയ്ക്കുന്നതൊക്കെ. എൻ്റെ പേരക്കുട്ടിയാണ് എന്നെ എപ്പോഴും ഒരു തണ്ണക്കാരി തന്നെ. എൻ്റെ പേരക്കുട്ടി തന്നെ എന്നെ നോക്കുന്നത്. എനിക്കെന്നാ ഇവര് നോക്കുന്നത് അത്ര ഇഷ്ടമില്ല, എൻ്റെ പേരക്കുട്ടി നോക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അവനെല്ലാം വാങ്ങിച്ചു തരും, ചെയ്യും, എടുക്കുകയും ചെയ്യും. അവൻ തന്നെ. ഞാൻ എൻ്റെ മകനൊരു വാക്ക് പറഞ്ഞിട്ട്, ഞാൻ ചത്തുപോയാൽ എൻ്റെ മകൻ നേരെയായും കണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെൻ്റെ മനക്കൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ അത് അവനോട് പറഞ്ഞാൽ അവനേക്ക് വാങ്ങി തരുകയും ചെയ്യും, നടത്തും ഒക്കെ ചെയ്യും. ഞാൻ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യണ്ട, നിങ്ങൾ കിടപ്പിലാകും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നിട്ട് എന്നെ വക്കാനിക്കും എടുക്കും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെങ്കിലും ആദ്യം അച്ഛൻ്റെ ചോദിച്ചിട്ട് ചെയ്യുക. കാരണം അച്ഛൻ എന്തിനും ഏതിനും ഫുള്ള് സപ്പോർട്ടാണ്. ചീത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. നിന്റെ ഇഷ്ടം, നിനക്ക് എന്താ നിന്റെ ഫാഷൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നതാണ് അച്ഛൻ പറയുക, അല്ല ചാ? അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. അവൻ എല്ലാ കാര്യങ്ങളും നല്ലതേ ചെയ്തിട്ടുള്ളൂ ഇതുവരെയും. അവൻ ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അച്ഛനെ ചെയ്യാൻ പോകണമെന്ന്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും നല്ല കാര്യമാണെന്ന്. അതേപോലെ അവൻ കോളേജിൽ പോകുന്ന സമയത്ത് വണ്ടിക്കൂലി 100 രൂപ വരും പാലക്കാട് പോയിട്ട് വരാൻ. അപ്പോൾ ഞാൻ 150 രൂപ കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് അവൻ 50 രൂപ മാറ്റി വെച്ച് അങ്ങനെ ദിവസങ്ങളോളം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും അവൻ ഡ്രസ്സോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമുള്ള സാധനങ്ങൾ അവൻ മേടിച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് വന്നിട്ട് പറയും ഇതുപോലെ അവൻ ഞാൻ ചെയ്തു പറയും. അപ്പം നല്ല കാര്യമാണ്, അപ്പോൾ ഇത് തന്നെ വേണ്ടത്, അല്ലാണ്ട് നമുക്ക് കൂടുതലുള്ള പൈസ ആഗ്രഹിച്ചിട്ടുള്ള പരിപാടിയൊന്നും നമുക്ക് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് ഞാൻ അവനോട് പറയാറുണ്ട്. അത് തന്നെ അവൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്.